മക്കളെ, ഇന്ന് നമുക്ക് ഋ ചിഹ്നം പഠിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ആ, ഈ, ആ എന്ന ചിഹ്നം പഠിച്ചു, ഈ പഠിച്ചു, ഈ, ഊ, ഊ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഋ ആണ്. നോക്കാം. ഋ की मात्रा वाले शब्द കൃഷി. കണ്ട ഋ എങ്ങനെയാണ് എഴുതിയതെന്ന്? ഋ എന്ന് എഴുതുന്നത് ആദ്യം തന്നെ ഇങ്ങനെ വരയ്ക്കാം. അതിനോട് കൂടി നേരതാ ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, അതാണ് ഋ. ഇതിനാണ് എന്ത് പറയുന്നത്? ഋ എന്ന് പറയുന്നത്. ഋഷി, ഋണ്, ഋബ്, ലാക്ക് ഋ ചിഹ്നം. ഋ എന്ന ചിഹ്നം ഇങ്ങനെയാണ് വരുന്നത്. ഈ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാ ഇത് മാത്രമാണ് നമ്മൾ ചിഹ്നമായിട്ട് ഇടുകയുള്ളൂ. മനസ്സിലായോ? ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സി പോലെ കൊടുക്കണില്ലേ, അതാണ്. ഇതിനുണ്ട് സി പോലെ, കണ്ടോ? ഇത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിഹ്നമായിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഋബ്, തൃണ്, തൃണ്, കണ്ടോ? അതാണ് ആ ചിഹ്നം, സോറി ഋ ചിഹ്നം. തൃണ്. മൃഗ്, മാക്ക് ഋ ചിഹ്നം. മൃഗ്. വൃഗ്, വാക്ക് ഋ ചിഹ്നം. വൃഗ്. പിതൃ, താക്ക് ഋ ചിഹ്നം. പിതൃ. ഗൃദ്, ഗാക്ക് ചിഹ്നം. ഗാക്ക് ഋ ചിഹ്നാണ്. ഗ എന്നതിന് ഋ ചിഹ്നം ഗൃദ്. വൃക്ഷ്, വാക്ക് ചിഹ്നം. വൃക്ഷ്. കൃഷ്. മൃദ്, മാക്ക് ചിഹ്നം. മൃദ്. ഗൃധ. ഗാക്ക് ചിഹ്നം. ഗൃധ. വാക്ക് ചിഹ്നം. ഗൃഹ്, ഗാക്കാണ് എന്തുള്ളത്? ഋ ചിഹ്നം ഉള്ളത്. ഗാക്ക് ഋ ചിഹ്നം. ഗൃഹ്. മാക്ക് എന്താണുള്ളത്? ഋ ചിഹ്നം, മാന്നുള്ളതിന്. അപ്പൊ എന്താണ് വായിക്കുന്നത്? മൃത്യു. പിന്നെ താ പകുതി യാ. മൃത്യു. എന്താണ് വായിക്കുന്നത്? മൃത്യു. ബ്രെഡ്. എന്താണ്? ബ്രെഡ്. ബാക്കി ചിഹ്നം. ബ്രെഡ്. അടുത്തത് കൃ. കാക്കിയാണ് ചിഹ്നം വന്നിരിക്കുന്നത്. കൃത്. മൃത്. ഋണ്. കൃപ. തൃഷ. ഋണ. കൃഷി. കൃഷ്ണ. കൃഷി. കൃഷ്ണ. ഘൃതു. പൃഥ്വി. കൃമി. കൃതി. ഗൃച്ഛ. ഋ എന്ന ചിഹ്നം ച. ഋച്ഛ. മൃദുൽ. സൃജൻ. വൃഷഭ. കൃപാൻ. കൃപാൽ. ഒന്നുകൂടെ വായിക്കാം. കൃത്. മൃദ്. ഗൃണ്.
കൃപ കൃപ, തൃഷ തൃഷ, ഋണ ഋണ, കൃഷി കൃഷി, കൃഷ്ണ. ഇത് ഷാന്റെ പകുതിയാണ് കേട്ടോ. ഷാ എങ്ങനെയാണ് നമ്മൾ ഷാ എന്നെഴുതുക, അങ്ങനെ പാ ഇടുക, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇങ്ങനൊരു വര. ഇതിനാണ് എന്ത് വായിക്കുന്നത്, ഷാ എന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ഷാന്റെ പകുതിയാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ വര ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇത്രയും ഉണ്ടാവുള്ളൂ. അതാണ് ഷാന്റെ പകുതി. കൃഷ്ണ, ഋഷി, കൃഷ്ണ കൃഷ്ണ, ഋതു പൃഥ്വി, കൃമി കൃതി, ഗൃച്ഛ മൃദുൽ, സൃജൻ, വൃഷഭ് വൃഷഭ്, ബായാണ് ലാസ്റ്റ് ട്ടോ, ബ് എന്നാണ് ഉച്ചരിക്കുക. വൃഷഭ്, കൃപാൺ കൃപാൺ, കൃപാൽ കൃപാൽ കൃപാൽ, കൃപാൺ കൃപാൽ. ഓക്കെ, എത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഇന്ന് പഠിച്ച മാത്ര ഏതായിരുന്നു? ഋക്കി മാത്ര അല്ലേ? ഋ എന്ന മാത്രയാണ് ഇന്ന് പഠിച്ചത്. ഋ എന്നത് നമ്മൾ ആ ആ ഈ എന്ന സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ അതിൽ ഋ ഉണ്ട് അല്ലേ? ആ ഇ ഉ ഋ എ ഐ ഒ ഔ അം ആ. അപ്പോൾ ഋ ഉണ്ട്. ആ ഋനെയാണ് നമ്മളിതാ ഇത് മാത്രം ചിഹ്നമായിട്ട് എഴുതുന്നത്. ലൃബ് ലൃബ്, തൃണ് ഉണ്ടോ? ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ചിഹ്നം നന്നായിട്ട് പഠിക്കുക. എല്ലാ അക്ഷരത്തിനും ആ ചിഹ്നം എഴുതിയിട്ടൊന്ന് ഉച്ചരിച്ച് നോക്കുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട്. തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പരീക്ഷാ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ മോഡലുകൾ ഇടുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ക്ലാസ്സും കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യാം.